ഹായ്, നമ്മളിന്ന് BEGL 137 ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് മീനിങ്. ഈ എക്സ്റ്റൻഷൻ ഓഫ് മീനിങ്ങിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ നമ്മുടെ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എയിം ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് recognize that a word may have a number of different meanings related to each other, and also recognize the different related meanings of a word used as the same part of speech or as different parts of speech, and also recognize the different meanings of a word in different contexts in standard English writings, and also we can use words correctly in your own writing. ഇവിടെ നമുക്ക് ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എയിം ചെയ്യുന്നത്, ഈ ചാപ്റ്റർ കൊണ്ട് എയിം ചെയ്യുന്നത്. ഇതിലെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംടൈം നമ്മുടെ വൊക്കാബുലറി മേ ബി പുവർ ആയിരിക്കും. കാരണം ഒരു വേർഡിന് തന്നെ ഒരുപാട് മീനിങ്സ് ഉള്ളത് കൊണ്ട് ഒരു കോണ്ടെക്സ്റ്റ്, അതായത് ഒരു പോയമോ ഒരു പ്രോസോ ഒരു നോവലൊക്കെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ആ ഒരു വേർഡിന് മീനിങ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഒരു വേർഡിന് തന്നെ ഡിഫറെൻറ്റ് മീനിങ്സ് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വൊക്കാബുലറി സംടൈം പുവറാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് മൾട്ടിപ്പിൾ മീനിങ്സ് ആൻഡ് എക്സ്റ്റെൻഡഡ് മീനിങ്സ് കമ്പയർഡ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഈ എക്സ്റ്റെൻഡഡ് മീനിങ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രാമയിലോ പോയത്തിലോ ഒക്കെ നമ്മളൊരു വേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എങ്ങനെയാണെന്നുള്ളത് ആ റൈറ്റേഴ്സിൻ്റെ ഇമാജിനേഷനോ അല്ലെങ്കിൽ അവരുടെ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ദേ ഡെൽറ്റ് വിത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ റൈറ്റേഴ്സ് ആ നേരം ചിന്തിക്കുന്നത് എന്താണ്, അവരുടെ ഇമാജിനേഷൻ പവറിനനുസരിച്ചിരിക്കും ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൊരു എക്സാമ്പിളാണ് ലൈറ്റ്. ഇവിടെ ലൈറ്റിൻ്റെ മീനിങ്സിനെ കുറിച്ച് രണ്ട് എക്സാമ്പിൾ സഹിതമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വി ഡോണ്ട് ഗെറ്റ് എനി സൺലൈറ്റ് ഹിയർ, പ്ലീസ് ത്രോ സം ലൈറ്റ് ഓൺ ദിസ് മാറ്റർ, ബുദ്ധ വാസ് ദ ലൈറ്റ് ഓഫ് ഏഷ്യ. ഇവിടെയൊക്കെ ലൈറ്റ് എന്ന് പറയുന്നതിന് പ്രകാശം എന്നുള്ളൊരു മീനിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ലൈറ്റിന് തന്നെ, അതായത് സെയിം സ്പെല്ലിംഗ് സെയിം പ്രൊനൗൺസിയേഷൻ ആയിട്ട് തന്നെ ഈ ലൈറ്റിന് വേറൊരു മീനിങ് കൊടുത്തിട്ട് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് അവർ ബാഗേജ് ഈസ് ലൈറ്റ്. ബാഗേജ് ഈസ് ലൈറ്റ്, ബാഗേജ് എന്താ പറയുക, ലൈറ്റാണ്, അതായത് കനമില്ല, നോട്ട് ഹെവി, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഹി ഹാസ് ബീൻ അസൈൻഡ് വെരി ലൈറ്റ് ഡ്യൂട്ടീസ്. അതായത് ഇവിടെ പറയുന്നത് ലൈറ്റ് ഡ്യൂട്ടീസ് പറയുമ്പോൾ ഡിഫിക്കൽട്ട് അല്ലാത്ത സിമ്പിളായിട്ടുള്ള ഡ്യൂട്ടീസ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഈ ഒരു ലൈറ്റിന് തന്നെ ഇപ്പോൾ നമ്മളൊരു 3-4 എക്സാമ്പിൾ വെച്ചപ്പോൾ തന്നെ ഓരോ സെൻറ്റൻസിനും ഓരോ മീനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്, ഒരു വേർഡിന് തന്നെ ഡിഫറെൻറ്റ് മീനിങ് കൊടുത്തിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് മീനിങ് കൊടുക്കുന്നത് ഓരോ റൈറ്റേഴ്സിൻ്റെ ഇമാജിനേഷനനുസരിച്ചിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി റിലേറ്റഡ് മൾട്ടിപ്പിൾ മീനിങ്സിലെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എ പേഴ്സൺ ഹൂ ബെയർസ് ഓർ ക്യാരീസ്, എ പേഴ്സൺ ഹൂ ഹോൾഡ്സ് എ ചെക്ക് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് മണി ടു ഹിംസെൽഫ്. ഇവിടെയൊക്കെ പറയുന്നത് എ പേഴ്സൺ ഹൂ ബെയർസ് ഓർ ക്യാരീസ്, അവിടെ എന്താണ് ആ പേഴ്സൺ എന്താ ചെയ്യുന്നത്, ക്യാരി ചെയ്യണം, എന്തോ സംതിങ് ക്യാരി ചെയ്യാണ്. അത് ചിലപ്പോൾ ലെറ്റർ ആവാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ദ ബെയറർ ഓഫ് ദിസ് ലെറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്ററോ അല്ല ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ക്യാരി ചെയ്യുന്നതാവാം. ദ പേഴ്സൺ ഹൂ ഹോൾഡ്സ് എ ചെക്ക് ഫോർ ദ പേയ്മെൻറ്റ്, അവിടെ ആയാലും അയാൾ ചെക്ക് കയ്യിൽ കരുതണം, അതും അയാൾ ക്യാരി ചെയ്യാണ്. ഇങ്ങനെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണെങ്കിലും ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള മീനിങ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് സെൻറ്റൻസ് ആണ്, ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്, പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഒരു മീനിങ്സിലേക്കൊരു റിലേഷൻ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുമ്പോൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. എ ടൈപ്പ് ഓഫ് കവറിങ് ഫോർ ദ ഹെഡ്. ഒരു ടൈപ്പ് ഓഫ് കവറാണ്, ഹെഡ് കവർ ചെയ്യാൻ. എ കവർ ഫോർ ദ എൻഡ് ഓർ ടോപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അവിടെയൊക്കെ മീൻ ചെയ്യുന്നത് എന്താണ്, ഒരു കവർ ചെയ്യാനെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയൊക്കെ സെൻറ്റൻസ് വെവ്വേറെ ആണെങ്കിലും അവിടെയൊക്കെ മീനിങ്സ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതാണ് അവിടെ പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
അതൊന്ന് നോക്കണം കേട്ടോ. പിന്നെ മൾട്ടിപ്പിൾ മീനിങ്സ് ഓഫ് എ വേർഡ് യൂസ്ഡ് ആസ് ദ സെയിം പാർട്ട് ഓഫ് സ്പീച്ച് എന്തൊക്കെയാണെന്ന് അറിയില്ല. 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഇതിൽ മൾട്ടിപ്പിൾ മീനിങ്സ് ഓഫ് എ വേർഡ്, ഒരു വേർഡിൻ്റെ മൾട്ടിപ്പിൾ മീനിങ്സ് സെയിം പാർട്ട് ഓഫ് സ്പീച്ചിൽ യൂസ് ചെയ്യുന്നതാണ്. പാർട്ട് ഓഫ് സ്പീച്ചിൽ സെയിം ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് ഒരു പാർട്ട് ഓഫ് സ്പീച്ചിൽ തന്നെ ഈ ഒരു മൾട്ടിപ്പിൾ മീനിങ് ഓഫ് എ വേർഡ്, ഒരു വേർഡിൻ്റെ തന്നെ മൾട്ടിപ്പിൾ മീനിങ്ങിനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, എറൗണ്ട് ഹിസ് നെക്ക് ഹി ബോർ ദ കീ ഓഫ് ഹിസ് ബോക്സ്. അത് തോമസ് ഹാർഡിയുടെ മിഡ് നൈറ്റ് ഓൺ ദ ഗ്രേറ്റ് വെസ്റ്റേൺ എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂണിറ്റ് ദർ ഈസ് എ കീ ടു ദ എക്സസൈസ്. അപ്പോൾ ഈ ഒരു കീ എന്ന് പറയുന്ന നൗണിനെ തന്നെ ഫസ്റ്റിൽ യൂസ് ചെയ്യുന്നത് അവിടെ ആ ഒരു കീ ഓഫ് ഹിസ് ബോക്സ്, ആ ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു നൗണിനെ തന്നെ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂണിറ്റ് ദർ ഈസ് എ കീ ടു ദ എക്സസൈസ്, നമ്മൾ യൂണിറ്റിൻ്റെ ലാസ്റ്റിൽ എക്സസൈസ് ചെയ്യാനുള്ളൊരു കീ ഉണ്ട്. കീ എന്ന് പറയുമ്പോൾ അത് എക്സസൈസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള എന്തോ അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താനുള്ള എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കീ എന്ന് പറയുന്ന നൗണിനെ തന്നെ, നൗൺ സെയിം പാർട്സ് ഓഫ് സ്പീച്ച് ഉള്ളതാണ്. നൗണിൽ തന്നെ രണ്ട് മീനിങ് വന്നു, മൾട്ടിപ്പിൾ മീനിങ് ആണ് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. ദ കീസ് ഓഫ് ദ ടൈപ്പ് റൈറ്റേഴ്സ് ആർ ജാംഡ്. ഇവിടെ കീസ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോൾ ആ ടൈപ്പ് റൈറ്ററിൽ ഉള്ള കീസാണ്. അപ്പോൾ ആ അതൊരു ഇംപ്രഷനാണ്, അതിലുള്ള ലെറ്റേഴ്സിനെയൊക്കെ സൈൻസിനെയൊക്കെ കാണിക്കുന്ന ഒരു ഇംപ്രഷനാണ്. അപ്പോൾ ഇവിടെയും കീന് എന്ത് വന്നു, വേറൊരു മീനിങ് ആണ് വന്നിട്ടുള്ളത്. ഒരേ നൗണിൽ തന്നെ, ഒരേ പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ യൂസ് ചെയ്തിട്ടും ഇതിനൊക്കെ ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നൗണായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ഡിഫറെൻറ്റ് മീനിങ് ആണ് പറഞ്ഞത്. ഇനി ഈ ഒരു കീ എന്നുള്ള വേർഡ് തന്നെ വെർബായിട്ട് മാറുമ്പോഴും അതിലുള്ള ഡിഫറൻസ് നോക്കാം, മീനിങ്സിൽ വരുന്ന ഡിഫറൻസ് നോക്കാം. ദ സിതാർ ഹാസ് ടു ബി കീഡ് പ്രോപ്പർലി ടു പ്രൊഡ്യൂസ് ദ കറക്റ്റ്. നമ്മുടെ സിതാർ, അതായത് ആ ഇൻസ്ട്രുമെൻറ്റിലുള്ള സ്ട്രിങ്സ് സംടൈം ലൂസ് ചെയ്യേണ്ടി വരും, സംടൈം ടൈറ്റൻ ചെയ്യേണ്ടി വരും. എന്തിന്, കറക്റ്റായിട്ടുള്ള അതിൽ നിന്നുള്ള നോട്ട്സ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ കീഡ് പറഞ്ഞാൽ ആ സിറ്റാറിൻ്റെ കീനെയാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. ദിസ് ഫാക്ടറി ഈസ് കീഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ദ ആർമി മെയ്ഡ് റെഡി ഫോർ സൂട്ടബിൾ. അവിടെ അതാണ് കീഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അവിടെ റെഡി ഓർ സൂട്ടബിൾ ആയിട്ട് എന്നുള്ള മീനിങ് ആണ് അവിടെ കീഡ് എന്ന് പറഞ്ഞപ്പോൾ വന്നത്. ആ ഒരു രണ്ട് സ്ഥലത്തും കീ എന്ന് പറയുന്ന വെർബിന് വന്നിട്ടുള്ള മാറ്റമാണ് ഈ പറയുന്നത്. അപ്പോൾ സെയിം പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ ഒരേ വേർഡിന് വരുന്ന ഒരു ഡിഫറെൻറ്റ് മീനിങ് വരുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അവിടെ കുറച്ച് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. പിന്നെ ഇനി അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ് മീനിങ്ങിനെ കുറിച്ചിട്ടാണ്. കോൺക്രീറ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും, അങ്ങനത്തെ ഒബ്ജക്ട്സിനെയാണ് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുക. അതിനെയാണ് കോൺക്രീറ്റ് മീനിങ്സ്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനൊരു സംഭവം ഉണ്ട്, പക്ഷെ നമുക്കത് തൊടാനോ കാണാനൊന്നും സാധിക്കില്ല. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലവ്, ഹേറ്റ്, സ്പിരിറ്റ്, അതൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. നമുക്കിവിടെ പറയുമ്പോൾ വി ആർ ഗോയിങ് ടു പുട്ട് ഹിം ഇൻ സ്പിരിറ്റ്. ഇവിടെ കോൺക്രീറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സ്പിരിറ്റിനെ, അതായത് മീഥിലേറ്റഡ് സ്പിരിറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിസർവിങ് ഇൻസെക്ട്സ്. ദ സ്പിരിറ്റ് ലീവ്സ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. സ്പിരിറ്റ് അതായത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആത്മാവ് നമ്മളുടെ ബോഡിയിൽ നിന്ന് പോകും. ഇവിടെ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് സോളാണ്. ആത്മാവിനൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അങ്ങനൊരു സംഭവമുണ്ട്. അത് നമ്മളൊരു ഫീലിംഗ് അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷൻ, നമുക്ക് അങ്ങനെ ഒരു ഫീല് ചെയ്യാൻ കഴിയും, പക്ഷെ നമുക്ക് തൊടാനോ ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് അബ്സ്ട്രാക്റ്റ് പറയുന്നത്. ഈ ഒരു സെൻറ്റൻസിൽ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ മീഥിലേറ്റഡ് സ്പിരിറ്റിനെ നമ്മളിവിടെ കോൺക്രീറ്റ് ആയിട്ടും സോളിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ടുമാണ് ഇവിടെ പറയുന്നത്. അതാണ് അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ് മീനിങ്സ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്
ഫ്രൈസൽ വെർബ്സ് ആണ്. ഫ്രൈസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിൻ്റെ കൂടെ ആഡ് വെർബോ അല്ലെങ്കിൽ പ്രിപ്പോസിഷനോ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ന്യൂ മീനിങ് കിട്ടും. ആ ഒരു വെർബിൻ്റെ കൂടെ ഒരു ആഡ് വെർബോ പ്രിപ്പോസിഷനോ ആഡ് ചെയ്യുമ്പോൾ ആ വെർബിന് ഉള്ളതല്ലാതെ വേറൊരു മീനിങ് അതിലേക്ക് നമുക്ക് കിട്ടും. അതിനെയാണ് ഫ്രൈസൽ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ടേക്ക് അപ്പ് ദിസ് മാറ്റർ വിത്ത് എ പ്രിൻസിപ്പൽ. നമുക്ക് ഈ ഒരു മാറ്റർ പ്രിൻസിപ്പളായിട്ട് ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വെർബ് അവിടെ നമ്മൾ ടേക്ക് എന്ന് പറയുമ്പോൾ എടുക്കുക എന്നുള്ള വെർബാണ് വരുന്നത്. പക്ഷേ ഈ വെർബിൻ്റെ കൂടെ അഡ്വെർബായിട്ടുള്ള അപ്പ് ചേർന്നപ്പോൾ അതിൻ്റെ മീനിങ് തന്നെ പുതിയൊരു മീനിങ് ആണ് വന്നത്. അതായത് ഡിസ്കസ് അല്ലെങ്കിൽ റൈസ് കൺസിഡറേഷൻ ഓഫ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലെറ്റ്സ് ടേക്ക് അപ്പ് ദിസ് മാറ്റർ വിത്ത് പ്രിൻസിപ്പൽ. നമുക്ക് ഈ ഒരു മാറ്റർ പ്രിൻസിപ്പലിന് എടുക്കണം എന്ന് പറയില്ലല്ലോ, അവിടെ ഡിസ്കസ് ചെയ്യണം. ഈ ഒരു മാറ്റർ പ്രിൻസിപ്പളായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നാണ് അവിടെ മീനിങ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുമ്പോൾ ഡോണ്ട് ബി ടേക്കൺ ഇൻ ബൈ ദ ഫാൾസ് പ്രോമിസ് ഹി മേക്സ്. അവിടെ ടേക്കൺ എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ ഇൻ എന്ന് പറയുന്ന ആഡ്വെർബ് ചേർന്നപ്പോൾ ആ ടേക്കൺ ഇൻ എന്നുള്ള വേർഡിന് ചീറ്റഡ് ഓർ ഡിസീവ്ഡ് എന്നുള്ള മീനിങ് ആണ് വന്നത്. നെക്സ്റ്റ് ടുക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുമ്പോഴുള്ള മീനിങ് നോക്കാം. അപ്പോൾ വരുന്നത് കൺസീവ്ഡ് എ ലൈക്കിംഗ് ഫോർ ഇറ്റ് ഓർ ബിഗാൻ ഡൂയിങ് ഇറ്റ് വിതൗട്ട് ഡിഫിക്കൽറ്റി. ഇനി ടേക്കൺ എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ ആഡ്വെർബായിട്ടുള്ള ഓവർ എന്ന് ചേരുമ്പോൾ എ ബ്രോഡ് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് വരുന്നത്. ഈ ടുക്കിൻ്റെ കൂടെ ഓഫ് പറയുന്ന ആഡ്വെർബ് ചേർന്നപ്പോൾ ലെഫ്റ്റ് ദ ഗ്രൗണ്ട് എന്നാണ് വന്നത്. അപ്പോൾ കുറച്ച് ഫ്രേസൽ വെർബും അതിൻ്റെ മീനിങ്ങും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ ടേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ഓർ റൈസ് കൺസിഡറേഷൻ ഓഫ്. ടേക്കൺ ഇൻ എന്ന് പറഞ്ഞാൽ ചീറ്റഡ് ഓർ ഡിസീവ്ഡ്. പിന്നെ നോക്കാനുള്ളത് ടുക്ക് എന്ന് പറഞ്ഞ വെർബിൻ്റെ കൂടെ പ്രിപ്പോസിഷനായ ടു എന്ന് ചേർന്നപ്പോൾ കൺസീവ്ഡ് എ ലൈക്കിംഗ് ഫോർ ഇറ്റ് ഓർ ബിഗാൻ ഡൂയിങ് ഇറ്റ് വിത്ത് ഡിഫിക്കൽറ്റി. പിന്നെ നമുക്ക് ഇനി അടുത്തത് നോക്കാനുള്ളത് ടേക്കൺ ഓവർ എന്ന് വെച്ചാൽ ബ്രോഡ് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ടുക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ദ ഗ്രൗണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ഫ്രേസൽ വെർബ് വരുന്നത്. ടേക്ക് എന്ന് പറയുന്നതിൻ്റെ കൂടെ അപ്പ് എന്ന് ചേർന്നപ്പോൾ ഡിസ്കസ് അല്ലെങ്കിൽ റൈസ് കൺസിഡറേഷൻ ഓഫ് എന്നായി മീനിങ്. അതേപോലെ ഒരു 4-5 ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക്, അപ്പോൾ നമ്മൾ ഒരു വേർഡിൻ്റെ സെയിം പാർട്ട് ഓഫ് സ്പീച്ചിൽ ഡിഫറെൻറ്റ് മീനിങ് വരുന്നതിനെ കുറിച്ചാണ് കണ്ടത്. ഇനി എ വേർഡ് യൂസ്ഡ് ആസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, ഒരു വേർഡിനെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കീ എന്നുള്ള വേർഡ് നൗണിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓരോ സെൻറ്റൻസിൽ ഓരോ മീനിങ് വരുന്നത് കണ്ടു. അതേപോലെ അത് വെർബായപ്പോൾ തന്നെ ഓരോ സ്ഥലത്ത് ഓരോ മീനിങ് വരുന്നത് കണ്ടു. ഇനി ഇവിടെ നോക്കുന്നത് ഒരേ വേർഡ് നൗണായിട്ട് വരുമ്പോഴും വെർബായിട്ട് വരുമ്പോഴുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് പാർട്ട്.
പാർട്ടിന് പറയുന്നത് പാർട്സ് ഓഫ് ദിസ് ടൗൺ ആർ ബ്യൂട്ടിഫുൾ. അവിടെ നൗണാണ് പാർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടൗണിലുള്ള പാർട്സൊക്കെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നത്. ഇനി ഈ വെർബിൻ്റെ കേസിൽ വരുമ്പോൾ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഹിയർ ഐ വേസ്റ്റ് 10 minutes എവറി ഡേ ബിഫോർ എ ഹ്യൂജ് മിറർ വാച്ചിങ് മൈസെൽഫ് അറേഞ്ചിങ് മൈ ടൈ ആൻഡ് പാർട്ടിങ് മൈ ഹെയർ ഇൻ ദ കറക്റ്റ് ഫാഷൻ. ഇവിടെ പറയുന്നത് ഇവിടെ പാർട്ടിങ് മൈ ഹെയർ ഇൻ ദ കറക്റ്റ് ഫാഷൻ, അതായത് പാർട്ടിങ് മൈ ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ മുടി രണ്ടായിട്ട് പാർട്ട് ചെയ്യുന്നതിന്, രണ്ടായിട്ട് മാറ്റി വെക്കുന്നത്, രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യാനൊക്കെ പറ്റില്ല, അതാണ് ഇവിടെ പറയുന്നത്. അവിടെ ഈ വെർബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നൗണിൽ വരുന്ന ചേഞ്ചും അതേപോലെ വെർബിൽ വരുമ്പോൾ അതിന് വേറെ മീനിങ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റിൽ പാർട്ട് ടൗണിലുള്ള ഭാഗങ്ങൾ എന്താ ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേതിൽ മുടീനെ പാർട്ടീഷൻ ചെയ്യുന്നതിനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു നൗണിലും വെർബിലും വരുമ്പോൾ ഒരു സെയിം വേർഡിന് വരുന്ന ഡിഫറെൻറ്റ് മീനിങ്സാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതിനും തന്നെ കുറേ എക്സാമ്പിളൊക്കെ ഉണ്ട്, കുറേ വർക്ക്സൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കുക, സിമ്പിളായിട്ടുള്ളതാണ്. ഇനി ഇതേപോലെ ഇപ്പോൾ നമ്മൾ നൗണിലും വെർബിലും വരുന്ന ചേഞ്ച് കണ്ടു, അതുപോലെ തന്നെ നൗണിലും അജക്റ്റീവിലും വരുന്നത് നോക്കാം. ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് കൈൻഡ് എന്നാണ്. കൈൻഡ് നൗണിൽ വരുമ്പോൾ ആൻ ഓഫറിങ് ഓഫ് ക്യാഷ് ആൻഡ് ഹാഡ്. ഇവിടെ ഇൻ കൈൻഡ് എന്ന് പറയുമ്പോൾ യൂസിങ് ഗുഡ്സ് ഓർ നാച്ചുറൽ പ്രൊഡക്ട്സ് റാദർ ദാൻ മണി. അവിടെ കൈൻഡ് എന്ന് പറയുമ്പോൾ യൂസിങ് ഗുഡ്സ് ഓർ നാച്ചുറൽ പ്രൊഡക്ട്സ് റാദർ ദാൻ മണി എന്നുള്ള മീനിങ് ആണ് വന്നത്. പക്ഷേ അജക്റ്റീവിൻ്റെ കേസിൽ വരുമ്പോൾ ഇറ്റ് ഈസ് വെൽ ടു ബി കൈൻഡ് ടു ദ പുവർ. നമ്മൾ പാവപ്പെട്ടവരോട് എന്താ ദയ കാണിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇവിടെ കൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ ദയ അങ്ങനെയുള്ളൊരു മീനിങ് ആണ് വന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ നെഗറ്റീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ നെഗറ്റീവ്. അവിടെ നൗണ് കൊടുക്കുന്നത് ദ ആൻസർ ഈസ് ഇൻ ദ നെഗറ്റീവ്. എൻ്റെ ആൻസർ നെഗറ്റീവ് എന്നാണ്, നോ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ കേസിൽ അജക്റ്റീവ് വരുമ്പോൾ ദ ടെസ്റ്റ് ഗേവ് എ നെഗറ്റീവ് റിസൾട്ട്. അവിടെ പറയുന്നത് മാർക്ക്ഡ് ബൈ ആബ്സെൻസ് ഓഫ് ക്വാളിറ്റീസ്, അതാണ് അവിടെ വരുന്നത്. ഈ നെഗറ്റീവിന് തന്നെ നൗണിൽ വരുമ്പോഴും അജക്റ്റീവിൽ വരുമ്പോഴും ഉള്ള ഡിഫറൻസാണ് പറയുന്നത്. ആ ഒരു സെയിം വേർഡിന് തന്നെ ഡിഫറെൻറ്റ് മീനിങ്സ് വരുന്നതാണ് പറയുന്നത്. പിന്നെ അവിടെ കുറേ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നതിനെ കുറിച്ചുള്ളൊരു കീ വേർഡ്സ് ഒക്കെയാണ് ഇനി പറയുന്നത്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ഫ്രം വാട്ട് ഈസ് റിയൽ ഓർ കോൺക്രീറ്റ്. അജക്റ്റീവ് എ വേർഡ് ദാറ്റ് നെയിംസ് എ ക്വാളിറ്റി or that defines or limits of a noun. Concrete എന്ന് പറഞ്ഞാൽ existing in material form that can be touched, felt, etc. പിന്നെ extended എന്ന് പറഞ്ഞാൽ enlarged. Multiple എന്ന് പറഞ്ഞാൽ having many parts or elements. Noun എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, a word not a pronoun which can function as the subject or object of a verb or the object of a preposition. പിന്നെ parts of speech എന്താ നമുക്കറിയാലോ, നമുക്ക് വേർഡ്സിൻ്റെയൊക്കെ നമുക്ക് 8 തരത്തിലുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഫ്രേസൽ വെർബ് എന്താണെന്ന് അറിയാലോ, അങ്ങനെ വെർബ് അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഫ്രേസൽ വെർബ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിൻ്റെ കൂടെ ആഡ്വെർബോ പ്രിപ്പോസിഷനോ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു വെർബിന് ന്യൂ ആയിട്ടുള്ള ഒരു മീനിങ് അക്വയർ ചെയ്യുന്നുണ്ട്. അതാണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിളൊക്കെ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, അപ്പോൾ ഒന്ന് നോക്കണം. പിന്നെ അതുപോലെ ഒരു വേർഡിനെ സെയിം പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുമ്പോൾ ഉള്ള ഒരു ഡിഫറെൻറ്റ് മീനിങ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇത് ഈ എക്സാമ്പിളൊക്കെ വെച്ച് നോക്കുക.
സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.